തമ്പനയിലിൽ പറഞ്ഞതുപോലെ നോ ഷുഗർ നോ കസ്റ്റർഡ് പൗഡർ ഫ്രൂട്ട് സലാഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനുള്ള ബേസിക് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ആരോറൂട്ട് പൗഡർ അഥവാ കൂവപ്പൊടി. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ. നമുക്ക് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. നോമ്പ് കാലത്ത് കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത് കസ്റ്റേർഡ് പൗഡറിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഒരു ഗ്ലാസ് പാലിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. മിക്സിൻ്റെ ചെറിയൊരു ജാർ എടുക്കുക, അതിലേക്ക് 2 ടീസ്പൂണ് ആരോറൂട്ട് പൗഡർ, അതിലേക്ക് ആവശ്യത്തിന് 1 സ്പൂണ് മിൽക്ക് പൗഡർ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് കോൺഫ്ലവർ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി മതി കേട്ടോ, ആ ഒരു ജസ്റ്റ് കളർ വരാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി കേട്ടോ, കൂടുതലായിട്ട് അരിയാനൊന്നും ആവശ്യമില്ലല്ലോ, നോ ഷുഗർ അല്ലേ. പിന്നെ ഞാനത് തുറന്നതിന് ശേഷം ഞങ്ങൾക്ക് 2 പേർക്കുള്ളത് കാരണം 2 ഡേറ്റ്സ് കേട്ടോ, നല്ല ഫ്രഷ് ഡേറ്റ്സ് ആയിരുന്നു. അപ്പോൾ അത് കാരണം കുതിർക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുതിർത്തിട്ട് അത് യൂസ് ചെയ്യാം. അത് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. ഞാൻ വല്ലാതെ അരിക്കാൻ നിന്നില്ല, എനിക്ക് ഈത്തപ്പഴം ജസ്റ്റ് ഒന്ന് കടിക്കണ പോലെ കിട്ടുന്ന എനിക്കിഷ്ടമാണ്. അപ്പോൾ പാല് തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ ആ തിളച്ച് വന്ന പാലിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കസ്റ്റർഡ് പൗഡറൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടും, നല്ല ഭംഗിയിൽ നല്ല കുറുക്കത്തിൽ തന്നെ കിട്ടും. കണ്ടില്ലേ, ഇതിനൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിലും നല്ല ഭംഗിയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 2 ഈത്തപ്പഴമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് പഞ്ചസാര തന്നെ ഇടണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ, അതായത് ആരോറൂട്ട് പൗഡർ അത്യാവശ്യത്തിനൊക്കെ ആണെങ്കിൽ 2 ദിവസം 3 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ, അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ബനാന, ഗ്രേപ്സ്, പിന്നെ 2 ടൈപ്പ് ഗ്രേപ്സും ഉണ്ടായിരുന്നു, പിന്നെ ആപ്പിളും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പുഡിംഗ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡും ചിയ സീഡും അത് രണ്ടും ഞാൻ ഒന്ന് കുതിർത്ത് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്തു. പിന്നെ നമ്മുടെ സ്വന്തം അനാറും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. എന്തിനാ വെറുതെ നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കസ്റ്റർഡ് പൗഡറൊക്കെ യൂസ് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ കെമിക്കൽസും ഉണ്ടാവും. ഇത് നോക്കി നോക്കുക, നമുക്ക് കാണുമ്പോൾ കസ്റ്റർഡ് പൗഡർ ആണെന്ന് തന്നെ തോന്നുന്നില്ലേ. അപ്പോൾ ഇതേപോലത്തെ ഹെൽത്തി റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.